നമസ്കാരം. വലിയ പ്രതീക്ഷകളുമായി IPL-ന്റെ 18ാം സീസണിൽ ഇറങ്ങിയ രാജസ്ഥാൻ റോയൽസ് ടീം വൻ ദുരന്തമായി മാറിയിരിക്കുകയാണ്. 11 മത്സരങ്ങളിൽ 8ലും തോറ്റതോടെ അവരുടെ പ്ലേ ഓഫ് സാധ്യത പൂർണ്ണമായി അസ്തമിച്ചു എന്ന് വേണം പറയാൻ. സീസണിലെ ഇനി ശേഷിക്കുന്ന മത്സരങ്ങൾ റോയൽസിന് അഭിമാന പോരാട്ടം മാത്രമാണ്. നേരിയ സാധ്യതയെങ്കിലും കാത്തു സൂക്ഷിക്കാൻ ജയിച്ചേ തീരുവെന്ന വെല്ലുവിളിയുമായി ഇറങ്ങിയ റോയൽസിനെ സ്വന്തം തട്ടകത്തിൽ മുംബൈ ഇന്ത്യൻസ് നാണം കെടുത്തി വിട്ടിരിക്കുകയാണ്. 100 റൺസിന്റെ ഏകപക്ഷീയമായ വിജയമാണ് ഹാർദിക് പാണ്ഡ്യയും സംഘവും സ്വന്തമാക്കിയത്. ഇത്തവണത്തെ റോയൽസിന്റെ ദയനീയ പ്രകടനത്തിൽ ഏറ്റവും അധികം സന്തോഷം തോന്നാൻ സാധ്യതയുള്ളയാൾ ക്യാപ്റ്റനായ സഞ്ജു സാംസൺ തന്നെയായിരിക്കും. ഇതിന് ചില കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളൊന്ന് നോക്കാം. ഈ സീസണിലെ IPL-ൽ രാജസ്ഥാൻ റോയൽസ് തപ്പിത്തടയുമ്പോൾ യഥാർത്ഥത്തിൽ മനസ്സുകൊണ്ട് കുറച്ചെങ്കിലും സന്തോഷിക്കുന്നയാൾ നായകൻ സഞ്ജു സാംസൺ ആയിരിക്കും. കാരണം ഈ സീസണിന് മുമ്പ് അദ്ദേഹത്തിന്റെ ചില ആവശ്യങ്ങൾ ലംഘിച്ചതിന് ടീം മാനേജ്മെന്റിന് ലഭിച്ച പ്രഹരം കൂടിയാണ് റോയൽസിന്റെ ഈ പതനം. കഴിഞ്ഞ സീസൺ വരെ ബാറ്റിംഗിലും ബൗളിംഗിലും വളരെ സന്തുലിതമായ ടീമായിരുന്നു റോയൽസ്. 2022-ലെ മെഗാലേലമാണ് യഥാർത്ഥത്തിൽ അവരെ അതിന് സഹായിച്ചത്. ന്യൂസിലാൻഡിന്റെ സ്റ്റാർ പേസർ ട്രെന്റ് ബോൾട്ട്, ഇന്ത്യയുടെ സൂപ്പർ സ്പിൻ ജോഡികളായ യുസ്വേന്ദ്ര ചാഹൽ, അശ്വിൻ എന്നിവരെയെല്ലാം ലേലത്തിൽ സ്വന്തമാക്കാൻ റോയൽസിനായിരുന്നു. ഇതോടെ റോയൽസ് ഒരു കംപ്ലീറ്റ് ടീമായി മാറുകയും ചെയ്തു. 2022-ലെ IPL-ൽ ഫൈനൽ വരെ എത്തി ഇവർ ഇത് ശരിവെക്കുകയും ചെയ്തു. 2023-ലും ഗംഭീര പ്രകടനമാണ് റോയൽസ് നടത്തിയത്. പക്ഷേ നേരിയ വ്യത്യാസത്തിൽ 5ാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടുകയായിരുന്നു. എന്നാൽ കഴിഞ്ഞ വർഷം പ്ലേ ഓഫിലേക്ക് കുതിച്ച റോയൽസ് ശക്തമായ തിരിച്ചുവരവ് നടത്തി. സെമി ഫൈനലിന് തുല്യമായ 2ാം ക്വാളിഫയറിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിന് മുന്നിൽ റോയൽസ് കീഴടങ്ങുകയായിരുന്നു. റോയൽസിന്റെ ഈ സ്ഥിരതയാർന്ന പ്രകടനത്തിന് കാരണം സഞ്ജുവിനെ കൂടാതെ ജോസ് ബട്ട്ലർ, ബോൾട്ട്, ചാഹൽ, അശ്വിൻ എന്നിവരുടെ എല്ലാം പ്രകടനങ്ങളായിരുന്നു. റോയൽസിന്റെ കോർ ഗ്രൂപ്പ് എന്ന് തന്നെ ഇവരെ വിളിക്കാം. പക്ഷേ കഴിഞ്ഞ സീസണിന് ശേഷം മെഗാലേലം വന്നപ്പോൾ ഈ കോർ ഗ്രൂപ്പിൽ നിന്നും സഞ്ജുവിനെ മാത്രമേ റോയൽസ് നിലനിർത്തിയുള്ളൂ. ശേഷിച്ച 4 പേരെയും അവർ കൈവിടുകയും ചെയ്തു. ഇതാണ് ഈ സീസണിൽ റോയൽസിന്റെ വീഴ്ചയ്ക്ക് പ്രധാന കാരണം. ദീർഘകാലമായി തങ്ങൾക്കൊപ്പമുള്ള ബട്ട്ലർ അടക്കം ചിലരെ റോയൽസ് തീർച്ചയായും നിലനിർത്തണമെന്നാണ് സഞ്ജു ആഗ്രഹിച്ചിരുന്നത്. ബോൾട്ട്, ചാഹൽ എന്നിവരെയും കൈവിടരുതെന്നായിരുന്നു അദ്ദേഹം ടീം മാനേജ്മെന്റിനോട് ആവശ്യപ്പെട്ടതെന്നും നേരത്തെ വാർത്തകൾ ഉണ്ടായിരുന്നു. പക്ഷേ റോയൽസ് ടീം മാനേജ്മെന്റ് ഇവയൊന്നും കാര്യമായി എടുത്തില്ല. മാത്രമല്ല, കഴിഞ്ഞ സീസണിന് ശേഷം പുതിയ കോച്ചായി എത്തിയ രാഹുൽ ദ്രാവിഡിന് ടീമിന്റെ പൂർണ്ണ നിയന്ത്രണം നൽകുകയും ചെയ്തു. ദ്രാവിഡിനു പകരം സഞ്ജുവായി വളരെ അടുപ്പം പുലർത്തുന്ന ദീർഘകാലമായി ടീമിന്റെ ഭാഗമായ മുൻ കോച്ച് കുമാർ സംഗക്കാര പരിശീലക സ്ഥാനത്തുണ്ടായിരുന്നെങ്കിൽ റോയൽസിന് ഇങ്ങനെയൊരു ദുരന്തം നേരിടേണ്ടി വരില്ലായിരുന്നു. ബട്ട്ലറെ അടക്കം ചില പ്രധാനപ്പെട്ട കളിക്കാരെ നിലനിർത്തണമെന്ന സഞ്ജുവിന്റെ ആവശ്യം ദ്രാവിഡ് അത്ര കാര്യമാക്കിയെടുത്തില്ല. പകരം റിയാൻ പരാഗ്, ധ്രുവ് ജുറേൽ, ഷിറോം ഹെറ്റ്മെയർ എന്നിവരെ പോലെയുള്ള ശരാശരി താരങ്ങളെ നിലനിർത്തുകയും ചെയ്തു. പക്ഷേ ദ്രാവിഡല്ല, സഞ്ജുവാണ് ഇപ്പോൾ ശരിയെന്ന് വ്യക്തമായിരിക്കുകയാണ്. സഞ്ജുവിന്റെ ആവശ്യങ്ങൾ അദ്ദേഹം അന്ന് പരിഗണിച്ചിരുന്നെങ്കിൽ ഇത്തരമൊരു വൻ ദുരന്തത്തിലേക്ക് റോയൽസ് വീഴുകയും ചെയ്യില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ടീമിന്റെ യഥാർത്ഥ വില്ലൻ ദ്രാവിഡ് തന്നെയാണെന്ന് നിസ്സംശയം പറയാം.